ഹനാൻ ഷാ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ജൻസിക്ക് അപ്പുറമുള്ള പ്രായം കൂടിയ ആളുകൾക്ക് ഒരു പക്ഷേ ഹനാൻ ഷായെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. അങ്ങനെ ഒരാളുണ്ടെന്നറിയാം, അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണെന്നൊക്കെ അറിയാം എന്ന് മാത്രമല്ലാതെ അതിനപ്പുറത്തേക്ക് ഇയാൾ വലിയ ആളുകളെ തടിച്ചു കൂടുന്നൊരു പരിപാടിയല്ല എന്നൊരു പക്ഷേ ആളുകൾ വിചാരിച്ച് കാണാം. ഏതോ ഹനാൻ ഷാ അവൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, 1-2 പാട്ട സിനിമ പാടിയിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ആലോചിച്ചൊരു പക്ഷേ അതിന് ഏകദേശം ഇത്രയൊക്കെ ആൾ വരുള്ളൂ എന്നുള്ളൊരു ധാരണ ഒരു പക്ഷേ പോലീസുകാർക്കുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത്തരം ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്യേണ്ടത് സംഘാടകരുമായി ഒത്തുചേർന്ന് ഒരു മീറ്റിംഗ് വിളിക്കുകയും എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടിയുടെ സ്വഭാവം, എത്രത്തോളം ആളുകൾ വരും, ഇത്തരം ഈ പെർമിഷൻ എടുത്തിട്ടുണ്ടാവും. പെർമിഷൻ കൊടുക്കുമ്പോൾ 5000 പേർക്ക് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 4000 പേർക്ക് പെർമിഷനെ പോലീസ് തരുള്ളൂ, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് മാത്രം പോരാ, ഇതിൽ കവിഞ്ഞ ആളുകൾ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്ലാൻ ബി നമുക്ക് വേണം. ആ പ്ലാൻ ബി ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കണം. അതിനുവേണ്ടി ഒത്തുചേർന്നൊരു മീറ്റിംഗ് വിളിക്കുകയും ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുകയും വേണം. അതവിടെ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘാടകർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ജാഗ്രത കുറവിനെക്കുറിച്ചും അതിനെതിരെയും കേസെടുത്തില്ലെങ്കിലും ഒരു ശ്രദ്ധ വേണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഒരു അവനവൻ സ്വയം നിയന്ത്രിക്കുക, ഒപ്പം സംഘാടനത്തിൽ മികച്ച ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കുക, ഇത് മാത്രമേ പരിഹാരമാർഗമുള്ളൂ. അല്ലെങ്കിൽ സ്റ്റാമ്പേഡുകൾ ആവർത്തിക്കും.